മനസ്സിൽ മറ്റു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടല്ല എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത് കൃത്യമായും ഭഗവാനെ കുറിച്ച് പൂർണ്ണമായ ശ്രദ്ധയോടും ചിന്തയോടും കൂടെ വേണം നാമം ജപിക്കാൻ. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മറ്റു കാര്യങ്ങളാൽ നമ്മളുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഡൈവേർട്ടഡ് ആകും. പക്ഷെ നമ്മൾ എന്ത് വേണം, പിന്നെയും മനസ്സിനെ കൊണ്ടുവന്ന് ദൃഢമായി ഇരുത്തണം. ഇത് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പക്ഷം നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമായും നാമജപത്തിലേക്ക് വരും. മനസ്സിലായോ? അതായത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നാമജപം തുടങ്ങിയ സമയം നമുക്ക് ഒരു മാലയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് 2 മാലയായി, 4 മാലയായി, 8 മാലയായി, പിന്നീടാണ് 16 മാലയായത്. നമുക്ക് ആദ്യം ഒരു മാല ജപിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ട് തോന്നും. പക്ഷെ ഇപ്പൊ 16 മാല ജപിക്കുമ്പം ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെയാണ് എന്ത് ശ്രദ്ധയും. നമുക്ക് ആദ്യമൊക്കെ എന്ത് ചെയ്യും, നമ്മളെ മനസ്സ് ഡൈവേർട്ടായി പോകും. പക്ഷെ നമ്മൾ എന്ത് വേണം, കൃത്യമായും മനസ്സിനെ പ്രതിഷ്ഠിക്കണം. എവിടെ? ഭഗവാന്റെ പത്മപാദങ്ങളിൽ പ്രതിഷ്ഠിക്കണം. അപ്പം അതാണ് പ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഭാഗവത ശ്രവണം. വളരെയധികം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. നിത്യം ഭാഗവത സേവയ. എല്ലാ ദിവസവും എന്ത് വേണം, ഞാൻ നാളെ പണ്ടൊരു ദിവസം അവിടെ വെച്ച് ഭാഗവതം കേട്ടായിരുന്നു എന്നല്ല, എല്ലാ ദിവസവും ഭാഗവതത്തിന്റെ ഒരു ശ്ലോകമെങ്കിൽ ഒരു ശ്ലോകം, 2 ശ്ലോകമെങ്കിൽ 2 ശ്ലോകം, ഒരു പേജെങ്കിൽ ഒരു പേജ് എന്ത് വേണം, ബന്ധമായും എല്ലാ ദിവസവും ഒന്ന് മറിച്ചു നോക്കുക, ഒന്ന് ചൊല്ലി നോക്കുക, അതിന്റെ പർപ്പോട്ട് ഒരു വിവർത്തനം വായിച്ചു നോക്കുക, ഭാവാർത്ഥം വായിച്ചു നോക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഡെയിലി നമ്മളുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറണം ഭാഗവതം. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഭഗവാനോട് കുറെ കൂടെ അടുക്കും. നമുക്ക് കേവലം അവിടെ ഷെൽഫിൽ ഇരിക്കുന്ന ഒരു ബുക്ക് എന്നതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി ഭാഗവതം മാറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഭക്തിയിൽ നമ്മൾ പ്രോഗ്രസ് ആകുന്നുണ്ട്, ഒരു ഭക്തനായി മാറുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഭാഗമാകണമെങ്കിൽ എങ്ങനെയാണ് ആ ഭാഗമാവേണ്ടത്? ഭാഗവത രൂപത്തിലാണ് ഭാഗമാകുന്നത്. അപ്പോ എല്ലാ ദിവസവും ഏതെങ്കിലും ഭാഗം, സ്കന്ധം നല്ല മനോഹരമായ ഭാഗമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം, നിങ്ങളുടെ കയ്യിലുള്ള ഭാഗവതത്തിന്റെ ഏതെങ്കിലും ഭാഗം, സ്തുതിയോ വിജേന്ദ്രമോക്ഷമോ ഏത് ഭാഗമാണെങ്കിലും, ഗോപികാഗീതമോ ഒക്കെ എന്ത് ചെയ്യുക, ഒരു ശ്ലോകമെങ്കിൽ ഒരു ശ്ലോകം, ഒരു ട്രാൻസ്ലേഷനെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ, ഒരു പർപ്പോട്ടെങ്കിൽ എന്ത് ചെയ്യുക, നിരന്തരം ചെയ്യുക. അപ്പം മൂന്നാമത്തതാണ് എന്ത്, ഭാഗവത ശ്രവണം. ഇനി നമ്മൾ സ്വയം വായിക്കുന്നില്ല, വേണ്ട, ക്ലാസ്സുകൾ ഇഷ്ടം പോലെ വീഡിയോസ്, ഇഷ്ടം പോലെ ലെക്ചറുകൾ എല്ലാ ആചാര്യന്മാരുടെയും, എല്ലാ പ്രഭാതരുടെ പ്രത്യേകിച്ചും എന്ത് ചെയ്യുക, ശ്രവിക്കുക. സീനിയർ ആയിട്ടുള്ള ആചാര്യന്മാരുടെ ഒക്കെ യൂട്യൂബിൽ ഇന്നത്തെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ഭഗവാന്റെ എന്ത്, എല്ലാം വീഡിയോസ് ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. എന്ത് വേണം, അത് കൃത്യമായ സമയം കിട്ടുമ്പോഴൊക്കെ മറ്റ് സീരിയലുകളൊക്കെ കാണുന്നതിനും പാട്ടുകളൊക്കെ കേൾക്കുന്നതിനും ഒക്കെ എന്ത് ചെയ്യുക, ഭാഗവതം ലെക്ചറുകൾ എന്ത് ചെയ്യുക, കേൾക്കാനായിട്ടൊരു താല്പര്യം കാണിക്കുക. ഭാഗവത ശ്രവണം മൂന്നാമത്തത്. നാലാമത്തത് എന്താണ്? മധുരാവസതി. വിശേഷപ്പെട്ട ധാമങ്ങളിൽ ഏതെങ്കിലും ഒക്കെ എന്ത് വേണം, അവിടെ പോയി താമസിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാകുക. പുരി, മധുര, വൃന്ദാവനം മുതലായ ധാമങ്ങളിൽ കഴിവതും മൂന്നും എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്യുക. പക്ഷം നമ്മൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് വേണം, വിസിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണാം, അതിനൊരു ശ്രദ്ധ, അതിനൊരു താല്പര്യം നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം ഭക്തിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, മധുരാവസതി, അഥവാ ഇത്തരം ധാമങ്ങളിൽ ചെല്ലുക, അവിടെ പോയി താമസിക്കുക. വൃന്ദാവനത്തിലൊക്കെ പോകുന്ന സമയം പ്രത്യേകിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഈ കുഞ്ഞു കല്ല് വെച്ചിട്ട്, ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുഞ്ഞു കല്ല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീടുണ്ടാക്കും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറയാൻ സാധിക്കും, എനിക്ക് അവിടെ എന്തുണ്ട്, വൃന്ദാവനത്തിൽ എനിക്ക് ഒരു എന്തുണ്ട്, വീടുണ്ടെന്ന്. എന്റെ യഥാർത്ഥ വീട് എവിടെ? വൃന്ദാവനത്തിൽ. ഞാൻ ഇവിടെ ഒക്കെ വന്ന് താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വൃന്ദാവനത്തിലും എനിക്ക് എന്തുണ്ട്, ഒരു വീടുണ്ടെന്ന്. നമ്മൾ കല്ല് വെച്ച് വൃന്ദാവനത്തില് വീടുണ്ടാകും. അപ്പം വൃന്ദാവനം, മധുരാവാസം എന്ന് രൂപഗോസ്വാമി പറയുന്നുള്ളൂ. പ്രധാനപ്പെട്ട ധാമങ്ങളിൽ പോയി എന്ത് ചെയ്യുക, വസിക്കുക. അതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അഞ്ചാമത്തെ എന്താണ്? ശ്രീമൂർത്തി ശ്രദ്ധാസേവനം. ഭഗവാന്റെ, ലഡ്ഡുഗോപാലന്റെ അല്ലെങ്കിൽ ചെറിയ നമുക്ക് ഒരു ഉപാസ്യമൂർത്തി, ഒരു കുഞ്ഞു വിഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എനിക്കാണെങ്കിൽ ഒരു കൊച്ച് എന്താണ്, മുരളീധരൻ ഒരു കൃഷ്ണന്റെ രൂപമുണ്ട്.
രത്നമാതാജിയുടെ വളരെ ഫേമസ് ആണ് സുന്ദരക്കുട്ടൻ. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് വേണം? കുഞ്ഞൊരു ശ്രീമൂർത്തി ഉണ്ടാവണം. അതിന് നിത്യം സേവ കൊടുക്കണം. അപ്പൊ അതെന്ത് വേണം? നമ്മുടെ പേഴ്സണൽ ഡയറ്റി വർഷിപ്പ്. അപ്പൊ അതെന്ത് വേണം? പക്ഷെ ഇതൊക്കെ എന്താ വേണം? കൃത്യമായും ശിക്ഷാഗുരുവിന്റെയോ ദീക്ഷാഗുരുവിന്റെയോ നിർദ്ദേശങ്ങൾക്ക് അനുസൃതം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം അതിർത്ത പ്രഭുവിനോടൊക്കെ ചോദിച്ചിട്ട് എന്ത് വേണം? എല്ലാവരും അത് ചെയ്യേണ്ടതാണ്, ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഭക്തിയിൽ പ്രോഗ്രസ് ചെയ്യുന്ന സമയം ഒരുപാട് സഹായിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ശ്രീമൂർത്തി ശ്രദ്ധാസേവനം അതെന്ത് ചെയ്യും? നമുക്കൊരു പ്രത്യേക എനർജി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എല്ലാ ദിവസവും നമ്മുടെ ജീവിതം ആ ഒരു കൊച്ചു വിഗ്രഹത്തിനെ ചുറ്റും എന്ത് ചെയ്യും? റിവോൾവ് ചെയ്യും. നമുക്ക് അതെന്ത് ചെയ്യും? ഒരു പ്രത്യേക എനർജി തരും. അപ്പം ഇതാണ് എന്ത്? 5th പോയിന്റ്. ശ്രീമൂർത്തി ശ്രദ്ധ, ഭഗവാന്റെ വിഗ്രഹത്തെ ചെറിയ. ഒന്നാമത്തേത് സാധുസംഗം, രണ്ടാമത്തേത് നാമസങ്കീർത്തനം, മൂന്നാമത്തേത് ഭാഗവത ശ്രവണം, നാലാമത്തേത് മധുരാവാസം, അഞ്ചാമത്തേത് ശ്രീമൂർത്തി ശ്രദ്ധാസേവനം. ും ഭക്തിയിൽ പ്രോഗ്രസ് ആകാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളാരും ബിഗിനേഴ്സ് അല്ല, നമ്മളെല്ലാവരും കുറെ നാളായിട്ട് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിർദ്ദേശാനുസരണം എന്ത് വേണം? ഇതിലേക്കൊക്കെ കടക്കാനുള്ള ഒരു ശ്രദ്ധ, താല്പര്യം ആദ്യം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ വിഷയമാണ്. കടക്കാനുള്ള ഇതൊക്കെ എനിക്കും ചെയ്യണം എന്നൊരു താല്പര്യം എന്ത് വേണം? ആദ്യം ഭഗവാനോട് എന്ത് ചെയ്യും? ഒരു നിവേദനം എഴുതി കൊടുക്കുക. ഭഗവാനെ, എനിക്ക് ഈ പറഞ്ഞ 5 കാര്യങ്ങളും എനിക്ക് നിരന്തരം ചെയ്യാൻ ഒരു അവസരം തരണേ. എനിക്ക് ഭാഗവതം ഇല്ല. അയോധ്യ പ്രഭുവിന്റെ അടുക്കൽ നിന്ന് ഒരു സെറ്റ് 18 വോളിയം ഭാഗവതം എനിക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരം ഭഗവാനെ എനിക്ക് തരണേ. എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതിനൊരു അവസരം ഭഗവാനെ എനിക്ക് തരണേ. എനിക്ക് മധുരയിലേക്കും വൃന്ദാവനത്തിലേക്കും പുരിയിലേക്കും എനിക്ക് യാത്ര, ജയസാക്ഷി പ്രഭുവൊക്കെ എനിക്കൊന്ന് നിരന്തരം യാത്ര പോവാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് പോകാൻ സാധിക്കുന്നില്ല, ഭഗവാനെ എനിക്ക് പോകാൻ ഒരു അവസരം തരണേ. പിന്നെ എനിക്ക് ശ്രീമൂർത്തി ശ്രദ്ധാസേവനം, ഭഗവാന്റെ കുഞ്ഞു വിഗ്രഹം എനിക്കില്ല, എനിക്ക് അങ്ങനെ സേവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഭഗവാനെ എനിക്കതിനൊരു അവസരം. അതിനൊക്കെ എന്ത് ചെയ്യുക? ഭഗവാനോടൊരു നിവേദനം എന്ത് ചെയ്യുക? സമർപ്പിക്കുക. ബാക്കി ഭഗവാൻ എന്ത് ചെയ്തോളും? നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അതിന് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ഭഗവാൻ. അപ്പൊ നിരന്തരം നമ്മുടെ ഉള്ളില് ഇതിലൊക്കെ ഒരു ആഗ്രഹം ഇതിന് ഉണ്ടാവണം. അപ്പം ഇതാണ് ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്ന പഞ്ചമുഖ്യ അംഗങ്ങൾ ഭക്തിയുടെ. അപ്പോ എല്ലാവർക്കും അപ്പം അങ്ങനെ ഭക്തി നമ്മൾ നിത്യം അനുഷ്ഠിക്കുന്ന സമയം നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറയും? നമുക്ക് പറയാൻ കഴിയും, ഐ ഭക്തൻ, ഞാന് ഭക്തനാണെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഭക്തരെ സേവിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഭഗവാൻ തയ്യാറാകുന്നത്. അങ്ങനെയുള്ള ഭക്തന്റെ സേവകനായി നിൽക്കുന്നവനാണ് ആര്? ഭഗവാൻ. അപ്പൊ അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവതഭാംഗ സർവർത്തിതൈ ശ്രിയം നിരുപമാം വഹൻ അഹഹ ഭക്തദാസായിതം ഭവന്തമയി മാഗതേ പ്രഹിതവാൻ സഭീമാർജുന. ഹരേ കൃഷ്ണ. ആരെങ്കിലും മാതാജിമാരൊന്ന് ചൊല്ലി നോക്കിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അശേഷദൈതായുധേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവതപാംഗ സർവർത്തിതൈ ശ്രിയം നിരുപമാം വഹന്നഃ ഭക്തദാസായിതം ഭവന്തമയീ മാഗതേ പ്രഹിതവാൻ സഭീമാർജുനം. ഹരേ കൃഷ്ണ. ഹരേ പ്രഭു. സാധനം അങ്ങോട്ട് പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സുരക്ഷിതമായിട്ട് കിട്ടിയായിരുന്നോ പ്രഭു? എന്ത് പ്രഭു? ഞങ്ങൾ ഇവിടുന്ന് സാധനം അങ്ങോട്ട് പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം വന്നു പ്രഭു, ചൊവ്വാഴ്ച വന്നു. ഹരേ കൃഷ്ണ. 3 പേരും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അശേഷദയിതായുധേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവതവാംഗ സംവർദ്ധിതേ ശ്രിയം നിരൂപമാം മഹന്നഃ ഭക്തദാസായിതം ഭവന്തമയി മാഗതേ പ്രഹിതവാൻ സമീമാർജുനം. കൃഷ്ണ. ഹരേ കൃഷ്ണ. അശേഷദൈതായുധേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവതപാംഗ സംവർദ്ധിതൈ ശ്രിയം നിരുപമാം വഹൻ ഹഹ ഭക്തദാസായിതം ഭവന്തമയി മാഗതേ
प्रहितवान् स भीमार्जुनम्। हरे ഗുരുഭ്യോ നമ. അശേഷദൈതായുധേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹിം ഭവദപാംഗ സംവർദ്ധിതൈ ശ്രിയം നിരുപമാം വഹന്നഃ ഭക്തദാസായിദം ഭവന്തമയിമാഗതേ പ്രഹിതവാൻ സ ഭീമാർജുനം. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु. हरे कृष्ण. अशेषदायिदायुधे त्वयि समागते धर्मजो विजित्य सहजैर्महीं भवदपाङ्गसंवर्धितै श्रियं निरुपमं वहनः भक्तदासायिदं भवन्तमयिमागते प्रहितवान् सभीमार्जुनं. हरे कृष्ण. ഹരേഷ പ്രഭു. അശേഷദൈതായുധേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്വ സഹജൈർമഹീം ഭവദപാംഗ സംവർദ്ധിതൈ ശ്രിയം നിരുപമാം വന്നഃ ഭക്തദാസായിദം ഭവന്തമയിമാഗതേ പ്രഹിതവാൻ സ ഭീമാർജുനം. ഹരേഷ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അശേഷദൈതായുധേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവദപാംഗ സംവർദ്ധിതൈഃ ശ്രിയം നിരുപമാം വഹൻ അഹഃ ഭക്തദാസായിദം ഭവന്തമയിമാഗതേ പ്രവഹിതവാൻ സ ഭീമാർജുനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് നാലാമത്തെ ശ്ലോകം എടുക്കാം. ശ്ലോകം എടുത്തുള്ളൂ, ദോഷം കുറച്ച് തീരാനുണ്ട്. ശ്രദ്ധിക്കാം. ദേവ, അല്ലയോ ഭഗവാനെ, തദനു യൂയം ത്രയ, അതിനുശേഷം നിങ്ങൾ 3 പേരും, കൃഷ്ണനും ഭീമനും അർജുനനും, ഗിരിവ്രജപുരം ഗത, ജരാസന്ധന്റെ തലസ്ഥാനമായ ഗിരിവ്രജപുരത്തു ചെന്നു. ദ്വിജമിഷേണ, ബ്രാഹ്മണ വേഷത്തിൽ ചെന്നിട്ട്, തം ആഗതം സമരോത്സവം യയാച, ആ ജരാസന്ധനോട് യുദ്ധം ചെയ്യുന്ന ഉത്സവത്തെ യാചിച്ചു. യുദ്ധത്തിന് ജരാസന്ധനെ ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന ഭീമനും അർജുനനും ഭഗവാനും വെല്ലുവിളിച്ചു. തമ്മാഗതം സമരോത്സവം യയാച ത്വമും അപൂർണ സുഹൃതം, പുണ്യം തീരാറായ ആ അസുരനെ പവനജേന സംഗ്രാമയൻ, ഭീമനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. ജിഷ്ണുനാ സഹ നിരീക്ഷ്യ, അർജുനനോടൊപ്പം ആ യുദ്ധം കണ്ടുകൊണ്ട്, ത്വമപി രാജയുദ്ധ്വാസ്ഥിത, രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന ഒരാളെ പോലെ അങ്ങ് ഇവിടെ വെറുതെ നിന്നു. അതാണ് നാലാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഗിരിവ്രജപുരം ഗതാസ്തദനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തമ്മാഗതം അപൂർണ സുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുദ്ധ്വാ സ്ഥിത. ഗിരിവ്രജപുരം ഗതാസ്തധനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തമ്മാഗതം അപൂർണ സുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുദ്ധ്വാ സ്ഥിത. ഇതാണ് നാലാമത്തെ ശ്ലോകം. എന്താണ് അർത്ഥം പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാനും ഭീമനും അർജുനനും ബ്രാഹ്മണ വേഷം ധരിച്ചാണ് ജരാസന്ധന്റെ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് ചെന്നത്. ബ്രാഹ്മണർ എന്ത് ചോദിച്ചാലും നൽകുന്ന ആളായിരുന്ന ജരാസന്ധൻ അവർ ചോദിച്ചത് ഞങ്ങളോട് യുദ്ധം ചെയ്യണം എന്നാണ് ചോദിച്ചത്. ജരാസന്ധൻ ഭീമനെ യുദ്ധത്തിനായി തെരഞ്ഞെടുത്തു. അങ്ങ് അർജുനനോടൊപ്പം ആ യുദ്ധം കൊണ്ട് ആസ്വദിച്ച് നിന്നു.
എന്ത് ചെയ്തു? ഭഗവാൻ യുദ്ധത്തിന് ഇറങ്ങിയില്ല, പകരം എന്ത് ചെയ്തു? ഭീമൻ യുദ്ധം ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നു. അതാണ് 4ാമത്തെ ശ്ലോകം. ചൊല്ലി നോക്കിക്കോളൂ. ഈ ശ്ലോകം നമുക്കിന്ന് എടുക്കാൻ സാധിക്കത്തില്ലെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ചൊല്ലി നോക്കിക്കോളൂ മാതാജിമാരെങ്കിലും. ഹരേ കൃഷ്ണ. വായിരി മാതാജി വായിച്ചു. ഗിരിബ്രജപുരം ഗതാസ്തു തദനു ദേവയൂയം ത്രയോ യയാജ സമരോത്സവം ദ്വിജമിഷേണ തം മാഗതം അപൂർണ സുഹൃദം ത്വമം പവന ജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുത്വാ സ്ഥിതാ. ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമ. ഗിരിവ്രജപുരംഗതസ്തദനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തം മാഗതം അപൂർണ സുഹൃദം ത്വമം പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുത്വാ സ്ഥിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഗിരിവ്രജപുരംഗതാസ്തദനു ദേവയൂയം ത്രയോ യയാജ സമരോത്സവം നിജമീഷേണ തമാഗതം അപൂർണ സുഹൃദം പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാം ത്വമപി രാജയുത്വാ സ്ഥിതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഉണ്ടോ ചൊല്ലാൻ? ഹരേ കൃഷ്ണ. ഗിരിബ്രജപുരം ഗതാസ്തദനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമീക്ഷേണ തം മാഗതം അപൂർണ സുഹൃദം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുത്വാ സ്ഥിതാ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഗിരിബ്രജപുരം ഗതാസ്തദാനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമേക്ഷേണ തം മാഗതം അപൂർണ സുഹൃദം ത്വമം പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുത്വാ സ്ഥിതഃ. ഹരേ കൃഷ്ണ. ഭക്തിരസാമൃത സിന്ധുവില് 2ാമതായി പറയുന്ന 5 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം പറയുന്ന 10 കാര്യങ്ങൾ എന്താണെന്നും കൂടെ ഞാനൊന്ന് പേരുകൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം. ആദ്യത്തെ 10 കാര്യങ്ങള്. രണ്ടാമതായി പറയുന്ന പടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെ 10 കാര്യങ്ങളൊന്ന് പേര് മാത്രം ഒന്ന് സൂചിപ്പിച്ചു പോകാൻ സമയമില്ല നമുക്ക്. ഗുരുപദാശ്രയം, ഗുരുവിനെ സ്വീകരിക്കുക. ഗുരു ദീക്ഷാ ശിക്ഷണം, ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കുക. ഗുരുസേവനം, ഗുരുവിനെ ആദരവോടുകൂടി സ്നേഹിക്കുക. സധർമ്മ പൃച്ഛ, ആത്മീയ പുരോഗതിക്കായി ഭക്തി ആശയങ്ങൾ സ്വീകരിക്കുക. സാധുമാർഗ അനുഗമനം, ഗാമികളായ സാധുക്കള് പരമ്പരയെ മുഴുവൻ ഫോളോ ചെയ്യുക. കൃഷ്ണപ്രീതി, ഭോഗത്യാഗം, ഭഗവാന്റെ പ്രീതിക്കായിട്ട് എന്ത് ചെയ്യുക? മറ്റ് ആഡംബരങ്ങളൊക്കെ ത്യാഗം ചെയ്യുക. തീർത്ഥാടനം, പുണ്യസ്ഥാനങ്ങളിലേക്ക് തീർത്ഥാടനം ചെയ്യുക. യാവതർത്ഥാനുവർത്തനം, ജീവിതത്തിൽ നിലനിർത്താൻ ആവശ്യമായത് മാത്രം സ്വീകരിക്കുക. ഏകാദശി വ്രതം, ഏകാദശി മുതലായ വിഷ്ണു പൂജനീയങ്ങളായ വ്രതങ്ങൾ സ്വീകരിക്കുക. അശ്വത്ഥ പൂജനം, തുളസിയെ പൂജിക്കുക. ഇതാണ് ആദ്യത്തെ 10 കാര്യങ്ങള്. അതിനുശേഷമുള്ളതാണ് നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങള്. ഹരേ കൃഷ്ണ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ 5 കാര്യങ്ങൾ എങ്ങനെ വേണം? ഇതിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണം ഞാൻ സൂചിപ്പിക്കാൻ കാരണം. ചൊല്ലിക്കൊള്ളു. ചൊല്ലാനുണ്ടെങ്കിൽ ചൊല്ലാം. നമുക്ക് ഇന്ന് ക്ലാസ്. ഹരേ കൃഷ്ണ. വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആയിരുന്നല്ലോ പ്രഭു. 10 കാര്യങ്ങൾ പറഞ്ഞാൽ 5 എഴുതിയിട്ടുണ്ട്. 5 കൂടെ വേണമായിരുന്നു. ഗുരുപദാശ്രയം, ഗുരുപദാശ്രയം, കൃഷ്ണപ്രീതി. അതിന്റെ എന്തുവായിരുന്നു ബാക്കി?
മൂന്നാമത്തേത് ഗുരുസേവ, നാലാമത്തേത് സ്വധർമ്മ പരീക്ഷ, അതായത് ആത്മീയ പുരോഗതിക്കായി ഭക്തിപരമായ സംശയങ്ങൾ ചോദിച്ചറിയുക, സ്ക്രിപ്ചറൽ സ്റ്റഡിയാണ് ബേസിക്കലി പറയുന്നത്. സാധു മാർഗാനുഗമനം, സാധുക്കളുടെ മാർഗത്തിനെ അനുഗമിക്കുക. പിന്നെന്താണ് ഭോഗത്യാഗം, അനാവശ്യമായ ഭോഗങ്ങളെ മുഴുവൻ കൃഷ്ണപ്രീതിക്കായി തീർത്ഥാടനം ഏഴാമത്തേത്. ആമത്തേത് യാവതർത്ഥാനുവർത്തനം, എന്താണ് ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിക്കാതിരിക്കുക, ബാക്കി മുഴുവൻ ഭക്തിയുത സേവനത്തിനായിട്ട് ചെലവഴിക്കുക. ഏകാദശി വ്രതം, ഏകാദശി വ്രതങ്ങൾ 24 ഏകാദശി വ്രതവും കൃത്യമായി നോക്കുക. അവസാനത്തേത് അശ്വത്ഥ പൂജനം, 10ാമത്തേത് അശ്വത്ഥ പൂജനം, തുളസിയെ പൂജ ചെയ്യുക. കൃഷ്ണ. വളരെ ബേസിക് ആയിട്ടുള്ള 10 കാര്യങ്ങള്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ആദ്യം പറഞ്ഞ 5 തീർത്ഥാമൃത സിന്ധുവിന്റെ മെയിൻ ടോപ്പിക് ഇതാണ്, 64 സ്റ്റെപ്പുകൾ. ഇതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുള്ള ആളുകള് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് റെഫർ ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രിപ്ചറാണ്. ശ്രീല പ്രഭാതര് പർപ്പോട്ട് എഴുതിയിട്ടുണ്ട്, ഭാവാർത്ഥം എഴുതിയിട്ടുള്ള സ്ക്രിപ്ചറാണ്. ഉപദേശാമൃതം റെഫർ ചെയ്യുക. ചെറിയ ബുക്കല്ലേ പ്രഭു, ഒരു ഉപദേശാമൃതം ഇതാണ്. ശ്ലോകങ്ങൾ മാത്രമുള്ള ചെറിയ വലുതാണെന്ന് പറയാം. വളരെ ചെറിയ ബുക്കാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഭയങ്കര എന്താ പറയാ ഇമോഷണൽ വാല്യൂ ഉള്ള, സ്പിരിച്വൽ വാല്യൂ ഉള്ള സ്ക്രിപ്ചറാണ്. 11 ശ്ലോകങ്ങളേ ഉള്ളൂ, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള വൈഷ്ണവ പരമ്പരയിൽ. ഹരേ കൃഷ്ണ. 25 ഭക്തജനങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ 25 പേര് കറക്റ്റ് ടൈമിന് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെതായ വാല്യൂ നമുക്ക് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാല് ഞാൻ നാരായണീയം എൻജോയ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. നേരത്തെ ഒന്നും മനസ്സിലാവൂല്ലേ. അപ്പോൾ താങ്ക് യു പ്രഭു, പ്രഭുവിന്റെ കൃപ കാരണം. ഇനി 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ പറഞ്ഞാല് വേറെ 2-3 ലിങ്ക് തരാം പഠിപ്പിക്കാനായിട്ട്. ഹരേ കൃഷ്ണ. അതെ, അതും ഒരുപാട്